കിടക്കാം. ഇനിയുള്ള ഒരു 15 മിനിറ്റ്സ് വളരെ കൃത്യമായിട്ട് നമ്മുടെ വരുമാനം ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവുകയാണ്. സോ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരാൾ പറഞ്ഞു ഈ കോയിൻസ് ഇങ്ങനെ കിളിങ്ങുന്ന ശബ്ദമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കമ്മീഷൻസ് ഒക്കെ വരിക, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മൊബൈലിൽ ഒരു പ്രത്യേക ടോൺ കേൾക്കുമല്ലേ നമുക്ക്, ആ ടോണാണ് ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം എന്ന് പറഞ്ഞു. സോ യാതൊരു സംശയവുമില്ല, ഇൻകം, വരുമാനം ഒരാളിനെ കബളിപ്പിക്കാതെ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ വലിയ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുക എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. മാജിക് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇത്രയും എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട്, ID ആക്ടിവേഷൻ ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെറും ഒരു 750 rupees ഉണ്ടെങ്കിൽ പോലും നമുക്ക് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സംശയം തോന്നും, ജോയിനിങ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് 1500 ആണല്ലോ പറഞ്ഞത്, ഇന്ന് 750 എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ആ പ്രോഡക്റ്റ് 1500 രൂപ നമ്മുടെ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ID ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ID ആക്ടിവേഷൻ ആക്കുകയും അതേ മൊമെന്റിൽ നമുക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതല്ല, ഇങ്ങനെയും ചെയ്യാം. അതിനെ 2 സ്റ്റെപ്പ് ആക്കാം. ID ആക്ടിവേഷൻ ആക്കാനായിട്ട് ഓൺലി 750 rupees മതി. ആ ID ആക്ടിവേഷൻ ആക്കി കഴിഞ്ഞാൽ, ആക്ടിവേഷൻ ആക്കുന്ന സമയത്ത് ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ബില്ല് ID ആക്ടിവേഷൻ ആയിട്ടുള്ള സെയിം മൊമെന്റിൽ നമ്മുടെ ID ജനറേറ്റ് ആവും. ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇത്ര എമൗണ്ട് ഞാൻ അടച്ചിട്ടുണ്ട്, ബാക്കി ഇത്ര എമൗണ്ടും കൂടി അടച്ചുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചോളാം. ഒരു കോൺട്രാക്ട് ബില്ല്, GST ഉൾപ്പെടെയുള്ള ബില്ല് അവിടെ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. സോ നമുക്ക് ജോയിൻ ചെയ്യാനും ജോയിൻ ചെയ്യിപ്പിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് 750 rupees കൊണ്ടുപോലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഇതിന്റെ ഇൻകം നമുക്ക് നോക്കാവുന്നതാണ്. ഇൻകം നോക്കുന്നതിന് മുന്നേ ഈ 750 rupees കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത വ്യക്തിക്ക് ആ കൊടുത്ത സമയത്ത് എന്താണ് തിരിച്ചു കിട്ടുന്നത്? ബിസിനസ് എന്ന വരുമാനം നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, തുടങ്ങുമ്പോഴല്ലേ, ബിസിനസ് ചെയ്യാൻ തുടങ്ങിയാലല്ലേ നമുക്ക് ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടുകയുള്ളൂ. ഒരു യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്താണെന്നുള്ളത് മുതലാണ് തുടങ്ങുക. പൈസ അങ്ങോട്ട് കൊടുത്താൽ ആ കൊടുത്ത ഉടനെ എന്തെങ്കിലും തിരിച്ചു തരും. 1500 രൂപ കൊടുത്തോ, ഓൾ ഓവർ ഇന്ത്യയിൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൊറിയർ ചാർജ് ഒന്നും പ്ലസ് എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് ആക്കിയിട്ടുണ്ട്. ഈ 750 കൊടുത്താൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? ഒന്ന്, ആ കൊടുത്ത 750 ഉപയോഗിച്ചുകൊണ്ട് ഏതാണോ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത്, ജോയിനിങ് പ്രോഡക്റ്റ്, വെൽനസ് ഇതര പ്രൊഡക്റ്റുകൾ 1-2 പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതും അടുത്ത സമയങ്ങളായിട്ട് വരാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഒരാൾ പറയാൻ എനിക്ക് വെൽനസ് വേണ്ട, സോ ചോയ്സ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. സോ ഈ ഏത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് വേണ്ടത് ഇപ്പോൾ അതിൽ, അത് നമുക്ക് ബാക്കി 750 രൂപ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ ID ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ IDയിലും 2 വാലറ്റ് ആക്റ്റീവ് ആവും. ഒന്ന് റീചാർജ് റെഡീം വാലറ്റ് ആണ്. സപ്പോസ് നമ്മൾ 750 രൂപ കൊടുത്ത് ID ആക്ടിവേഷൻ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ സെയിം മൊമെന്റിൽ ഒരു 750 റെഡീം പോയിന്റ് നമ്മുടെ റീചാർജ് റെഡീം വാലറ്റ് നമ്മുടെ IDയിൽ കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യും. അതല്ല, നമ്മൾ ഒരു 750 കൂടി കൊടുത്ത് 1500 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു, പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ റെഡീം വാലറ്റിൽ, റീചാർജ് റെഡീം വാലറ്റിൽ ഒരു 750 കൂടി ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 1500 റെഡീം പോയിന്റ് അവിടെ ഇട്ട് തരും. ഇതെന്താണ് നമുക്ക് ഗുണം ചെയ്യുന്നത്? നമുക്കറിയാം, നമുക്ക് നമ്മുടെ മരണം വരെ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ റീചാർജ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സോ റീചാർജ് ചെയ്യും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ഇപ്പോൾ റീചാർജ് ചെയ്യുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെയാണ്. നമ്മൾ DTH റീചാർജ് ചെയ്യുമ്പോഴോ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴോ ഒക്കെ ഗൂഗിൾ പേ, ഫോൺ പേ എന്ത് ചെയ്യും, ഒരു സർവീസ് ചാർജും കൂടി ഈടാക്കും. ഉദാഹരണം പറയാൻ, ഒരു 500 രൂപയുടെ റീചാർജ് ചെയ്യാണ്, ഒരു 504 രൂപയോ 503 ചില്ലാൻ രൂപ സർവീസ് ചാർജ് ആയിട്ട് ഗൂഗിൾ പേ ഈടാക്കും. അതേ 500 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള റെഡീം പോയിന്റ്, ആ 1500 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. റീചാർജ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നമാതിരി നമ്മൾ ഫണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ 500 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ID വഴി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സംഖ്യക്കാണോ റീചാർജ് ചെയ്യുന്നത് അതിന് 2% റിബേറ്റ് കിട്ടും. നമുക്ക് 500 ആണെന്നെങ്കിൽ 10 രൂപ റിബേറ്റ് കിട്ടും. 490 നമ്മുടെ വാലറ്റിൽ നിന്ന് കട്ടാവുകയുള്ളൂ, 500 റീചാർജ് നടക്കും. ഇങ്ങനെ നമ്മുടെ ഫോണോ, നമ്മുടെ വീട്ടിലെ മറ്റാളുകളുടെ ഫോണോ, അല്ലെങ്കിൽ മറ്റാരുടെ വേണമെങ്കിലും ഫോണോ ഒക്കെ DTH ഒക്കെ റീചാർജ് ചെയ്തിട്ട് ഈ 10 രൂപ, 8 രൂപ, 7 രൂപയൊക്കെ ആയിട്ട് അത് കിട്ടി 1500 രൂപ ആകുന്നത് വരെ ആ റിബേറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട്, ID ആക്ടിവേഷൻ ആക്കാനായിട്ട് നമ്മൾ കൊടുത്ത സംഖ്യ ഉണ്ടല്ലോ,
അത് പൂർണ്ണമായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഷോപ്പിംഗ് വാലറ്റും കൂടി നമ്മുടെ ഐഡിയയിൽ ആക്ടിവേറ്റ് ആവും. റീചാർജ് റെഡീം വാലറ്റും ഉണ്ട്, ഷോപ്പിംഗ് റെഡീം വാലറ്റും ഉണ്ട്. ഈ ഷോപ്പിംഗ് റെഡീം വാലറ്റിൽ കമ്പനി എന്ത് ചെയ്യും? ഒരു 750 റെഡീം പോയിന്റ് ഇട്ട് തരും. അത് നമ്മൾ കുറെ ഉൽപ്പന്നങ്ങൾ അവിടെ പരിചയപ്പെട്ടു. വേണ്ട, നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെം സെല്ല് വാങ്ങി അല്ലെങ്കിൽ അമൃത് ബൂസ്റ്റ് ജ്യൂസ് വാങ്ങി വരിക. നമുക്ക് മെൻ ചാർജ് കൂടി വാങ്ങിക്കുന്ന ആഗ്രഹമുണ്ട്. 750 റെഡീം പോയിന്റ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ബാക്കി ഒരു 750 രൂപ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 1500 സ്റ്റെം സെല്ല് നമുക്ക് വാങ്ങിക്കാം. സോ അത്രയും വണ്ടർഫുൾ ആണ് ഇവിടുത്തെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. 750 കൊടുത്തൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ആ 750 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ 1500 കൊടുത്തു വിചാരിക്കുക, പൂർണ്ണമായിട്ടും 1500 ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അഗൈൻ 750 മറ്റ് പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഗിഫ്റ്റ് കമ്പനി തരുന്നുണ്ട്. ടോട്ടൽ അവിടെ 3000 രൂപയുടെ ബെനിഫിറ്റ്, 3000 രൂപയുടെ ബെനിഫിറ്റ് കൊടുത്ത സംഖ്യ തിരിച്ച് കിട്ടുന്നത് ഉൾപ്പെടെയുള്ള ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗേറ്റ് വേ ഒരു പക്ഷേ ഇന്നേ വരെ ഇത്തരം ഒരു ബിസിനസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. സച്ച് എന്താ പറയാ, അത്രയും ഹാപ്പിനെസ്സോട് കൂടിയിട്ട് നമുക്ക് ആളുകളോട് പറയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ഇൻകം പ്ലാനിലേക്ക് ഒന്ന് വരാം. നമ്മുടെ ഐഡിയ ആണത്, നമ്മൾ ഐഡിയ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഐഡിയ ആക്ടിവേഷൻ ചെയ്തു. ഇത്തരം ഒരു ഗേറ്റ് വേ ജോയിനിങ് സിസ്റ്റം ആയതുകൊണ്ട് ഒട്ടനവധി ആളുകൾ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സപ്പോസ് നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് ടീമിൽ ഒരു 2 ആളെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക, ആൻഡ് റൈറ്റ് ടീമിൽ ഒരാളെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ ബിസിനസ് ഇവിടെ വന്നത് 2+1, 2:1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേഷ്യോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ വരുമാനം, ഫസ്റ്റ് ഇൻകം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എലിജിബിൾ ആയി. ഒരു 200 രൂപ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആദ്യത്തെ വരുമാനത്തിൽ ഫസ്റ്റ് പെയർ കമ്മീഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ 2+1 അല്ലെങ്കിൽ 1+2 എന്നുള്ള അനുപാതം ആവശ്യമുള്ളൂ. പിന്നെയൊക്കെ 1+1 ബിസിനസ് മതി. ഇപ്പൊ ലെഫ്റ്റ് ടീമിൽ ഒരാള് പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്നു, റൈറ്റ് ടീമിൽ ഒരാൾ വന്നു, ഒരു 1+1 ബിസിനസ് വന്നപ്പോൾ 200 രൂപ നമുക്ക് കിട്ടി. അങ്ങനെ ബിസിനസ് ഇങ്ങനെ കൂടി വരികയാണ്. നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ആൾക്കാരെ എണ്ണം കൂടുന്നുണ്ട്. അവരുടെ ഒപ്പം നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ലെഫ്റ്റ് ടീമിൽ ഒരു 3 ബിസിനസ് വന്നു, റൈറ്റ് ടീമിൽ ഒരു 3 ബിസിനസ് വന്നു, ടോട്ടൽ അവിടെ 3+3 ബിസിനസ് വന്നു. 200 × 3 600 രൂപ നമ്മുടെ വരുമാനമാണ്. സപ്പോസ് ഒരു 10 ബിസിനസ് ലെഫ്റ്റ് ടീമിൽ വന്നു വിചാരിക്കുക, ആൾക്കാർ എണ്ണം കൂടിയില്ല. അവിടെ 3+3 6 പേര് അവിടെ ഉണ്ട്, നമ്മൾ ഉൾപ്പെടെ 7 പേരുണ്ട്. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ 10 ബിസിനസ് അവരിലൂടെ വന്നു, ഒരു 5 ബിസിനസ് ലെഫ്റ്റ് ടീമിൽ ഇവിടെ വന്നു. മാച്ചിങ് നടന്ന 5+5 ആണ്. 200 × 5 1000 രൂപ നമ്മുടെ ഇൻകം ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ അധികമുള്ള ലെഫ്റ്റ് സൈഡിൽ അധികമുള്ള ആ 5 ബിസിനസ് ഉണ്ടല്ലോ, അത് അടുത്ത ക്ലോസിങ്ങുകളിലേക്ക് കയറി ഫോർവേഡ് ചെയ്യും. ആൻഡ് ഈ ക്ലോസിങ്ങുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസിംഗ് നടക്കുന്നത് പെർ അവർ ആണ്, ഓരോ മണിക്കൂറിലുമാണ് ക്ലോസിംഗ് നടക്കുന്നത്. ഒരു മണിക്കൂറിൽ നമുക്ക് 1000 രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് 5 പേർ ബിസിനസ്സിലൂടെ. ഒന്ന് നമ്മൾ ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടതുണ്ട്. 750 രൂപ കൊടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിൽ ആ 750 രൂപ കൊടുത്ത വ്യക്തിക്ക് 3000ന്റെ ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ വാല്യുബിൾ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് 750ന്റെ ഒരു പെയർ മാച്ചിങ്ങിന് 200 രൂപ, ഏകദേശം 27% പെയർ കമ്മീഷൻ നിന്നുകൊണ്ട് ഓരോ മണിക്കൂറിലും 5 പെയറിന് 200 × 5 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ഒരിക്കലും ഒരു സിമ്പിൾ തിങ് അല്ല. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 1000 × 24 24,000 രൂപ നമുക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഒരു മാസത്തിലെ വരുമാനം കേൾക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, 24,000 × 30 എന്ന് പറഞ്ഞാൽ 7,20,000 രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. സച്ച് എ വണ്ടർഫുൾ ഇൻകം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോവാം. 3 ബിസിനസ് സെന്റർ മാജിക് ആണ്. നമുക്കറിയുന്ന കാര്യമായിരിക്കും പലർക്കും, പക്ഷെ എത്ര അറിയുന്ന ആളുകളാണെങ്കിലും തുടക്കത്തിൽ അവര് അത് ശ്രദ്ധിക്കില്ല. പിന്നെയാണ് തോന്നുക, ഓ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ എന്നുള്ളത്. ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം നെറ്റ്കാർട്ടിൽ അസോസിയേറ്റ് ചെയ്തു. നമുക്കറിയാം നെറ്റ്കാർട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡി ആക്ടിവേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു ഐഡി സൈനപ്പ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോരുത്തരുടെയും പേരിൽ 3 ഐഡി ക്രിയേറ്റ് ആവും. മുകളിൽ എം എന്ന് പറഞ്ഞൊരു ID നമ്പർ, ദെൻ തൊട്ട് താഴെ L എന്ന് പറഞ്ഞൊരു ID നമ്പർ, റൈറ്റിൽ R എന്ന് പറഞ്ഞൊരു ID നമ്പർ. ID നമ്പർ സെയിം ആയിരിക്കും, MLR. അങ്ങനെ ട്രൈനോഡായിട്ടാണ് ഈ ഒരു ഐഡി ക്രിയേറ്റ് ആവുക. പക്ഷെ എ എന്ത് ചെയ്തു? 3 ഐഡി കിട്ടി, പക്ഷെ ഒരു ഐഡിയാണ് അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തുള്ളൂ.
അദ്ദേഹം ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് ഒരു 5+5 ബിസിനസ് ചെയ്തു. 200 × 5 1000 രൂപ അദ്ദേഹത്തിന് വരുമാനം കിട്ടി. എന്നാൽ ബി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കിട്ടിയുള്ള 3 ഐഡിയയും ആക്ടിവേറ്റ് ചെയ്തു. 750 × 3 2250 രൂപ ആയിട്ടുള്ളൂ. തൽക്കാലം ഒരു ഐഡിയയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. ബാക്കി 2 ഐഡിയയുടെ പ്രൊഡക്റ്റ് പിന്നെ എപ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാം. മാത്രമല്ല 2250 കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9000 രൂപയുടെ ബെനിഫിറ്റ് ആ ചെയ്ത വ്യക്തിക്ക് കമ്പനി തിരിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? B2ന്റെ താഴെ AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B3 താഴെ AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B2ന്റെ താഴെ 5+5 ബിസിനസ് വന്നു. B3 താഴെ 5+5 ബിസിനസ് വന്നു. B2-ല് 1000 രൂപ വരുമാനം കിട്ടി. 200 × 5 1000. B3-ല് 1000 രൂപ വരുമാനം കിട്ടി. B1-ല് അധിക ബിസിനസ് ആണ് നിൽക്കുന്നത്, അവിടെയും 1000 രൂപ വരുമാനം കിട്ടി. സോ ടോട്ടൽ അവിടെ 3000 രൂപ വരുമാനം കിട്ടി. അതേസമയം എ എന്ന് പറയുന്ന വ്യക്തിക്ക് 1 മണിക്കൂറിൽ 1000 രൂപയെ വരുമാനം എടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു ദിവസം അവിടെ 24,000 രൂപയെ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. ബിക്ക് അങ്ങനെയല്ല, ഓരോ മണിക്കൂറിലും 3000 രൂപ വരുമാനം എടുക്കാനുള്ള ആ ഒരു ലിമിറ്റ് ഉള്ളത് കൊണ്ട് 24 മണിക്കൂറിലായിട്ട് 72,000 രൂപ വരുമാനം ഒരു ദിവസം എടുക്കാൻ സാധിക്കുന്നു. ഒരു മാസത്തിലാണെന്നെങ്കിലോ 21,60,000 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യോ അതോ 3 ഐഡിയ ആക്ടിവേഷൻ ചെയ്യോ? അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ആൻഡ് മൈ ഡിഫറൻസ്, ഇനിയിപ്പോൾ ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ബാക്കി പിന്നീട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് സാധിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് 3 ഐഡിയയും ആക്ടിവേഷൻ ചെയ്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് ഉണ്ട് ഇവിടെ. ഈ ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് കമ്പനിയോട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്നും ഇങ്ങനെ ഒരേ ലെവലിൽ നിന്നാൽ പോരാ. നമ്മുടെ ലൈഫിലാണെങ്കിലും ശരി, എക്സ്പെഷ്യലി ബിസിനസ്സിൽ നമ്മൾ അടുത്തടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണം. പക്ഷെ ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മൾ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നമ്മുടെ ഒപ്പം വന്ന ആളുകളെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവരെയും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു 10 ലെവൽ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കമ്പനി ഇവിടെ തന്നിട്ടുണ്ട്. 10 സ്റ്റാർ ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റാർ, സെക്കൻഡ് സ്റ്റാർ, തേർഡ് സ്റ്റാർ, അങ്ങനെ 10th സ്റ്റാർ വരെ ഈ ലെവൽ അപ്ഗ്രേഡ് ബോണസ് അങ്ങനെയാണ് ഉള്ളത്. നമ്മളൊക്കെ 500 രൂപ കൊടുക്കേണ്ടതുണ്ട് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. നമ്മളത് ചെയ്തു. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായപ്പോൾ നമ്മളത് ചെയ്തു. നമ്മളൊരു 10 ആളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടെന്ന് വിചാരിക്കുക. അവരെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർ ആ ബിസിനസ് ടീം മാച്ചിങ് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച എല്ലാ ആൾക്കാരും നമ്മുടെ ഐഡിയുടെ തൊട്ട് താഴെയായിട്ട് ഫസ്റ്റ് ലെവലിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും. ഫസ്റ്റ് ലെവലിൽ 10 പേരുണ്ട്. കാരണം നമ്മൾ നേരിട്ട് കൊണ്ടുവന്നതാണ്. 100 പേരെ കൊണ്ടുവന്നു, 100 പേരും ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും. ഓക്കെ, ഈ ഫസ്റ്റ് ലെവലിലുള്ള ആളുകളും ലെവൽ അപ്ഗ്രേഡ് ചെയ്യണത്. ഈ 500 രൂപ കൊടുത്ത് നമ്മൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നു പറഞ്ഞു. അത് കമ്പനിക്ക് വെറുതെ കൊടുക്കുന്ന പൈസയാണോ 500 രൂപ? ഒരിക്കലും അല്ല. 500 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 500 രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ ഐഡിയിൽ റീചാർജ് വാലറ്റിലേക്ക് വരും. നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ട് ആ 500 രൂപ പൂർണ്ണമായിട്ടും ക്യാഷ് ബാക്ക് എടുക്കാം. ദെൻ ആ 500 രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ ഷോപ്പിംഗ് വാലറ്റിലേക്ക് വരും. ഒരു 500 രൂപ കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. 500 രൂപ കൊടുത്തിട്ട് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയുടെ ബെനിഫിറ്റ് കമ്പനി നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ഇങ്ങനെയാണ് അടുത്ത സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1000 ആണ്. 500 കഴിഞ്ഞ 1000, 1500, 2000, 2500, അങ്ങനെ 5000 രൂപ വരെയാണ് 10 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് ഒരു 1000 രൂപയോ 1500 രൂപയോ 2000 രൂപയൊക്കെ മാച്ചിങ് കമ്മീഷൻ കിട്ടി. അതിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ചെയ്യാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വളണ്ടറി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കൊണ്ടുവന്ന 10 പേരിൽ ഒരാൾ ഈ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. അദ്ദേഹം സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ആ ഫസ്റ്റ് ലെവലിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ 500 രൂപ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നിന്ന് ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടി. ആ ചെയ്ത വ്യക്തിക്ക് 1000 ബെനിഫിറ്റ് അദ്ദേഹം തിരിച്ച് കിട്ടിക്കോളും. നമുക്കതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു സ്റ്റാറിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ കൊണ്ടുവന്ന 10 പേര് അങ്ങനെ ചെയ്താലോ? 500 × 10 5000 രൂപ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നിന്ന് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം കിട്ടി. ഇനി ആ 10 പേര് ഒരു 10 പേരെ കൊണ്ടുവരിക എന്ന് വിചാരിക്കും. ഉദാഹരണമാണ്, കൂടാൻ കുറയാം. സെക്കൻഡ് ലെവലിൽ അങ്ങനെയാണെങ്കിൽ 100 പേരുണ്ടായിരിക്കും. ആ 100 പേര് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരെ കൊണ്ടുവന്ന നമ്മുടെ ഫസ്റ്റ് ലെവലിലുള്ള ആളുകൾക്ക് 500 രൂപ കിട്ടും. ആ നമ്മുടെ സെക്കൻഡ് ലെവലിലുള്ള ആ 100 പേര് സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിന് 1000 രൂപ വേണം. ഓരോരുത്തരിൽ നിന്നും 1000 രൂപ നമുക്ക് കിട്ടും. 100 പേരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 × 100 1 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ കിട്ടും. ആ ഒരു റേഷ്യോ പ്രകാരം. അതിന്റെ അടുത്ത ലെവലിൽ അവിടെ 10000 പേരുണ്ട്. 10000 പേരും എന്ത് ചെയ്തു? 4ാമത്തെ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരാളിൽ നിന്ന് 2000 രൂപ, 500, 1000, 1500, 2000 രൂപ നമുക്ക് കിട്ടും.
10,000 പേരും അങ്ങനെ ചെയ്താലോ 2 കോടി രൂപ നമുക്ക് കിട്ടും. 4ാമത്തെ ലെവലിൽ നിന്ന് ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട്. ഈ ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും പറയുമ്പോൾ നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. 4ാമത്തെ ലെവലിൽ 10,000 പേര് ഇല്ല, 10 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കും. ജസ്റ്റ് 10 മെമ്പേഴ്സേ അവിടെ ഉള്ളൂ. 2000 × 10 20,000 രൂപ കിട്ടുന്നുള്ളൂ. എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻകം കിട്ടും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു 10 ലെവൽ വരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വരുമാന സാധ്യതയാണ് ഒരു ലൂസറെ പോലും ക്രിയേറ്റ് ചെയ്യാതെ നെയിൽ കാർട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ഇൻകം പ്ലാൻ എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രയൊരു മിറാക്കിളാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഇൻകമാണ് ഇവിടെ. 3ാമത്തെ ഒരു ഇൻകമാണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് ആണ്. അതായത് ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മളോ നമ്മുടെ ടീം മെമ്പേഴ്സോ റീപർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും നിശ്ചിത PV പോയിന്റ് വാല്യൂ ഉണ്ട്. ഇപ്പൊ 100 PV ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ റീപർച്ചേസ് ചെയ്തു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു, കാശ് അടച്ചു ഓർഡർ പ്ലേസ് ചെയ്തു, കമ്പനി നമുക്കത് അയച്ചു തന്നു കൊറിയറായിട്ട്. ആൻഡ് ആ പ്രോഡക്റ്റിന് എത്ര PV ഉണ്ടോ ആ PV ബോണസ് ആയിട്ട് നമുക്ക് തരും. 100 രൂപ തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് ഇൻകം ആയിട്ട് തരും. DP MRP തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് കമ്പനി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല റീപർച്ചേസ് റീറ്റെയിലും അതേപോലെ റീപർച്ചേസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ആൻഡ് 4ാമത്തെ ഒരു ഇൻകമാണ് റീപർച്ചേസ് ടീം ബോണസ്. റീപർച്ചേസ് വരുമാനമില്ലാത്തൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഞാൻ ഇന്നവരെ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ റീപർച്ചേസ് വരുമാനം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അയൽക്കാട്ട് നോക്കൂ, നമ്മുടെ ഐഡിയ ആണ്. നമ്മുടെ ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അതേ സ്ട്രക്ചറിൽ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ 10 പേരെ കൊണ്ടുപോകുന്നുള്ളൂ വെച്ചെങ്കിൽ ഒരു പക്ഷെ അത് 500 + 500 ആൾക്കാരായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരാള് ലെഫ്റ്റ് ടീമിൽ ഒരു 100 PVയുടെ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. ഫസ്റ്റ് പർച്ചേസ് അല്ല, റീപർച്ചേസ് ചെയ്തു. റൈറ്റ് ടീമിൽ ഒരു 100 PVയുടെ ഉൽപ്പന്നം ഒരാൾ റീപർച്ചേസ് ചെയ്തു. ഒട്ടനവധി പ്രോഡക്റ്റുകൾ വരാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇപ്പോഴൊക്കെ മാർക്കറ്റിൽ നിന്ന്, കടകളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അല്ല, എന്നാൽ പല 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 ഉൽപ്പന്നങ്ങളും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരാൻ വേണ്ടി പോകുന്നു. ആ ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി ഉള്ളതാണ്, റീസണബിൾ കോസ്റ്റ് ആണ് ഉള്ളൂ, നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരും ഇവിടുന്നേ വാങ്ങൂ. വലിയ സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. 100 PV മാച്ച് ചെയ്തപ്പോൾ 100 രൂപ നമ്മുടെ റീപർച്ചേസ് ഇൻകമാണ്. 1 PV = 1 rupee. റീപർച്ചേസിൽ 1 PV എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. 3000 PV മാച്ച് ചെയ്തു, 3000 രൂപ നമ്മുടെ ഇൻകമാണ്. ബട്ട് ഫ്രണ്ട്സ്, ഈ റീപർച്ചേസ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കാനായിട്ട് കമ്പനി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഏത് വരുമാനമായിക്കോട്ടെ അതിൽ നിന്ന് 10% നമ്മുടെ തന്നെ റീപർച്ചേസ് വാലറ്റിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കും. നമ്മളിപ്പോ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരാളുടെ ഐഡിയ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മീൻസ് നമ്മൾ ആ ഇന്റർചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പല പല സംവിധാനങ്ങൾ നമുക്കിവിടെ ഇതിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ സെയിം മൊമെന്റിൽ ആ 10% 1000 രൂപ കമ്മീഷൻ കിട്ടിയോ, 100 രൂപ നമ്മൾ റീപർച്ചേസ് വാലറ്റിലേക്ക് മാറ്റി വെച്ചു. 10,000 രൂപ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടോ, 1000 രൂപ മാറ്റി വെച്ചു. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ടീം അംഗങ്ങൾക്കും റീപർച്ചേസ് ചെയ്യാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പൊ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? ഈ പ്രോഡക്റ്റുകൾ ഏതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ പോരെ? ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ ഓർഡർ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചാൽ പോരെ? ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ ഓർഡർ ചെയ്യണം എന്ന് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചാൽ പോരെ? അതിഗംഭീര ചാൻസ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, 5000 PV മാച്ച് ചെയ്തു, 5000 രൂപ നമ്മുടെ ഇൻകമാണ്. ഡെയിലി പെർ ഡേ ഓരോ ദിവസവും നമുക്ക് 5000 രൂപ റീപർച്ചേസ് വരുമാനം ലഭിക്കുന്നു. പെർ ഡേ നമുക്ക് ലഭിക്കുന്നു. അതാണ് ഇതിന്റെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഐഡിയയിലുള്ളത് നമുക്ക് 3 ഐഡിയ ഉണ്ട്. 5000 × 3 എന്ന് പറഞ്ഞാൽ 15000 രൂപ വരെ റീപർച്ചേസിംഗ് പെർ ഡേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഒരു മാസത്തിലാണെങ്കിൽ 15000 × 30 എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം രൂപ വരുമാനം ഏൺ ചെയ്യാനുള്ള ആ ഒരു ലിമിറ്റ് ഇവിടെ റീപർച്ചേസിലുണ്ട്. നോട്ട് എ സിമ്പിൾ തിങ്, വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെ പേഴ്സണൽ പർച്ചേസ്, ഒരാൾ ചോദിച്ചു നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീടാന്തരം വീട്ടിൽ നടക്കേണ്ട ഒരു പ്രശ്നമുണ്ടോ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ പേഴ്സണൽ പർച്ചേസ് ഉണ്ട്. വെറും 250 PV മാത്രമാണ്. അതിന് വാലിഡിറ്റി 1 വർഷമാണ്. 1 വർഷത്തിൽ നമ്മൾ ചെയ്താൽ മതി. അതിനേക്കാൾ എത്രയോ അധികം നമ്മൾ റീപർച്ചേസ് ചെയ്തിരിക്കും. അപ്പൊ ഒരു തരത്തിലുള്ള ബേർഡൻ നമ്മുടെ ബിസിനസ് പ്ലാൻ നമുക്ക് തരുന്നേ ഇല്ല. ആൻഡ് ലാസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതേവരെ പറഞ്ഞ വരുമാനങ്ങൾ എന്തൊക്കെയാണോ അതിനേക്കാൾ എത്രയോ മുകളിലുള്ള വരുമാനമാണ്
ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിലൂടെ നമുക്ക് കിട്ടുന്നത്? നമുക്കൊന്നെങ്ങനെ ശ്രദ്ധിക്കാം. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള റീപർച്ചേസ് വരുമാനമുണ്ടല്ലോ, 100 PV മാച്ചിങ് നടന്നപ്പോൾ 100 രൂപ വരുമാനം കിട്ടി. 5000 PV മാച്ചിങ് ഇന്ന് നടന്നു. ഇന്നത്തെ റീപർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് നമുക്ക് കിട്ടുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നോക്കൂ, 10 പേരെ നമ്മൾ നേരിട്ട് വന്നിട്ടുണ്ട് എന്നൊരു ഉദാഹരണമാണ് നമ്മൾ ലെവൽ അപ്ഗ്രേഡ് ബോണസ് പറയുമ്പോൾ നമ്മൾ എടുത്തത്. 10 ലെവൽ വരെ നമുക്ക് ആ സ്റ്റാർ അപ്ഗ്രേഡ് ബോണസ് കിട്ടുന്നു എന്ന് നമ്മൾ പറയണ്ടായി. അതേ 10 പേര് ഈ ഫസ്റ്റ് ലെവലില് ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഉണ്ട്. അവർ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആ 10 പേര് അവരെത്രയാണോ റീപർച്ചേസ് വരുമാനം വാങ്ങിക്കുന്നത് ഓരോ ദിവസവും, മാക്സിമം 5000 രൂപ വരെ വാങ്ങിക്കാം. വേണ്ട, റീപർച്ചേസ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ ഉള്ളൂ അല്ലേ? ജസ്റ്റ് ഒരു 2 വീക്സിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അതിന്റെ സൈറ്റ് അടക്കം നമ്മൾ കണ്ടു. 100% ഇറ്റ് ഈസ് കമ്മിങ്. സോ ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം? ആ 10 പേര് മാസത്തിൽ ഒരു 1000 രൂപയാണ് വരുമാനം വാങ്ങിക്കുന്നത് വിചാരിക്കുക. അപ്പൊ അവർ 10 പേര് കൂടി 10000 രൂപ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെവലുള്ള ആ 10 പേര് 10000 രൂപ റീപർച്ചേസ് വരുമാനം വാങ്ങിച്ചപ്പോൾ അതിന്റെ 50%, 50% നമ്മുടെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ്. ദാറ്റ് ഈസ് 5000 രൂപ നമ്മുടെ ഇൻകമാണ്. ആൻഡ് ആ 10 പേര് 10 പേരെ കൊണ്ടുവന്നിട്ട് വിചാരിക്കുക. അപ്പൊ സെക്കൻഡ് ലെവലിൽ 100 പേരുണ്ട്. ആ 100 പേര് മാസത്തിൽ ഒരു 1000 രൂപ റീപർച്ചേസ് വരുമാനം വാങ്ങിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ അവരെല്ലാവരും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 20% നമ്മുടെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ്. 20000 രൂപ നമ്മുടെ ഇൻകമാണ്. ഇവിടെ ചെറിയൊരു കണക്ഷൻ നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ബോണസിനായിട്ട് ഈ ഇൻകത്തിനുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റാറും സെക്കൻഡ് സ്റ്റാറും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നിന്ന് 50% ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ലഭിക്കും. ദെൻ തേർഡ് സ്റ്റാറും ഫോർത്ത് സ്റ്റാറും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിൽ നിന്ന് 20% ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് നമുക്ക് കിട്ടും. സോ മൈ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞപ്പോൾ യാതൊരുവിധ പരിഭ്രമവും വേണ്ട. നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് സ്റ്റാർ, സെക്കൻഡ് സ്റ്റാർ, തേർഡ് സ്റ്റാർ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോയാൽ മതി. സോ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിൽ ഒരൊറ്റ ലെവൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ ലെവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഫസ്റ്റ് ലെവലിൽ 10 പേരുണ്ട്, സെക്കൻഡ് ലെവലിൽ 100 പേരുണ്ട്, തേർഡ് ലെവലിൽ 1000 പേരുണ്ട് വിചാരിക്കുക. ഓക്കെ, 10 പേരെ കൊണ്ടുവന്നാൽ ആ 1000 പേര് ഓരോരുത്തരും ഒരു മാസത്തിൽ ഒരു 1000 രൂപ റീപർച്ചേസ് വരുമാനം വാങ്ങി 1000 × 1000 10 ലക്ഷം രൂപയായിട്ട് മാറി. അതിന് 10% നമ്മുടെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ്. 1 ലക്ഷം രൂപ ആ മാസത്തിൽ നമുക്ക് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടും. 20000 5000 വേറെ കിട്ടൂട്ടാ. അവര് ഒരു മാസത്തിൽ 1000 രൂപ വാങ്ങുന്നത് ഒരു ദിവസം 1000 രൂപ വാങ്ങുകയാണെന്ന് വെച്ചെങ്കിലോ ഡെയിലി നമുക്ക് 1 ലക്ഷം രൂപ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടാനുള്ള സാധ്യതയാണ്. മാത്രമല്ല കഴിഞ്ഞിട്ടില്ല, 4th ലെവലിലും 5th ലെവലിലും നമുക്ക് 10% കിട്ടുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് പ്രസന്റേഷൻ. ഈ റീപർച്ചേസ് ബിസിനസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ, ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീപർച്ചേസ് വരുമാനം കിട്ടും. റീപർച്ചേസ് വരുമാനം തുടങ്ങിയോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടും. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. സോ ഈ റീപർച്ചേസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഈ 5 വരുമാനങ്ങളും ആക്റ്റീവ് ആവും. ഒന്നിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അതിനനുസരിച്ച് മാക്സിമം ആളുകളെ സ്പോൺസർ ചെയ്യുക, മാക്സിമം ആളുകളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇൻ ലാസ്റ്റ് നമുക്കിവിടെ റാങ്ക്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. നമുക്ക് 6 റാങ്കുകളിൽ ഫസ്റ്റ് റാങ്ക് നമ്മൾ ബ്രൗൺസ് റാങ്ക് അച്ചീവ് ചെയ്തു വിചാരിക്കുക. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും വരുന്ന റീപർച്ചേസ് ബിസിനസ് കുമുലേറ്റീവ് ആയിട്ട് വരുന്ന റീപർച്ചേസ് PV 2 ലക്ഷം PV 2 ലക്ഷം PV മാച്ചിങ് നടന്നാൽ നമ്മൾ ബ്രൗൺസ് റാങ്ക് അച്ചീവ് ചെയ്തു, ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്തു. കമ്പനി നമുക്കൊരു ലാപ്ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് തരും. ഒരു ലാപ്ടോപ്പ് അച്ചീവർ ലെഫ്റ്റിലും റൈറ്റിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ ട്രിപ്പ് തരും, സിൽവർ റാങ്ക് ആയി. ദെൻ ഒരു ഫോറിൻ ട്രിപ്പ് അച്ചീവർ ലെഫ്റ്റിലും റൈറ്റിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ, ലേഡീസ് പറയുകയാണെങ്കിൽ സ്കൂട്ടറേ വേണ്ടൂ. ഓക്കെ, നോ ഇഷ്യൂ, സ്കൂട്ടർ നമുക്ക് ഗോൾഡ് റാങ്ക് ആയി. ദെൻ 2 സ്കൂട്ടർ ലെഫ്റ്റിലും റൈറ്റിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് റാങ്ക് ആയി, ട്രാവൽ ഫണ്ട് ആയി. 2 ട്രാവൽ ഫണ്ട് അച്ചീവേഴ്സ് ലെഫ്റ്റിലും റൈറ്റിലും വന്നു കഴിഞ്ഞാൽ കാർ ഫണ്ട് കിട്ടുന്നു, പ്ലാറ്റിനം റാങ്ക് ആയി. ദെൻ 2 കാർ ഫണ്ട് അച്ചീവേഴ്സ് ലെഫ്റ്റിലും റൈറ്റിലും വന്നു കഴിഞ്ഞാൽ ഹൗസ് ഫണ്ട് കിട്ടുന്നു, ദ സുപ്രീം റാങ്ക്, ക്രൗൺ റാങ്ക് ആയി. ഇതിനൊന്നും സമയപരിധി വെച്ചിട്ടില്ല, ടൈം ബൗണ്ട് വെച്ചിട്ടില്ല. നമ്മളിവിടെ ഉണ്ടായാൽ മതി. നമ്മൾ സിൻസിയർ ആയിട്ട് അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട്
വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ബൈ ടേക്കിംഗ് 1 minute ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് പ്രസന്റേഷൻ. ഹൈലൈറ്റ്സ് ഇങ്ങനെയാണ്. ആക്ച്വലി നമുക്ക് 3 ഐഡിയ ആക്ടിവേഷൻ ചെയ്യണം. 750 × 3 2250 കൊണ്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങേണ്ടത്. പക്ഷെ 750 രൂപ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു മിറാക്കിൾ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിത്ത് എക്സലന്റ് ക്വാളിറ്റി പ്രോഡക്ട്സ്, വിത്ത് എക്സലന്റ് ഇൻകം, അല്ലെ, ബിഗ് ഇൻകം. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് 21,60,000 രൂപ ഒരു മാസത്തിൽ മാച്ചിങ് കമ്മീഷൻ എടുക്കാൻ സാധിക്കുന്നു. ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന ലെവൽ അപ്ഗ്രേഡ് പ്ലാൻ എവിടെയുണ്ട്. ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും അതിന്റെ PV നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. 4.5 ലക്ഷം രൂപ റെഗുലർ ആയിട്ട് എവരി മന്ത് നമുക്ക് റീപർച്ചേസിങ് എടുക്കാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ചെക്ക് മാജിക് ബോണസ്, ബിഗ് ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ബിഗ് റാങ്ക്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. ടൈം ബൗണ്ട് ഇല്ലാതെ റാങ്ക്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. വെറും 750 രൂപ കൊടുത്തുകൊണ്ട് പോലും നമുക്ക് തുടങ്ങാം. പക്ഷെ ചെയ്യേണ്ടത് 3 ID വെച്ചിട്ടാണ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ. പിന്നെ ടൈംലി ഓഫേഴ്സ് ഉണ്ട്. ഇത് ഏർക്കാട്, സേലത്തിന്റെ അടുത്തുള്ള ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. ഊട്ടിയൊക്കെ പോലുള്ള ഹിൽ സ്റ്റേഷനാണ്. കമ്പനി അത് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. വില്ലിംഗ്ടൺ ഐലൻഡിലെ ഏർക്കാടിൽ കമ്പനി അത് എന്താ പറയുക, ഡേറ്റ് ബ്ലോക്ക് ചെയ്തു, അഡ്വാൻസ് എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 100ഓളം ഏർക്കാട് വിന്നേഴ്സിനെ അന്ന് അവിടെ ഒരു ബിഗ് ഇവന്റോട് കൂടിയിട്ട് ഗ്രാൻഡ് ലോഞ്ചിങ് വരാൻ വേണ്ടി പോവാണ്. ഇങ്ങനെയുള്ള അടുത്ത മാസം 15th അത് വരുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയാ ടൈംലി ഓഫേഴ്സ് ഉണ്ട്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നമ്മുടെ സെൻസ്, നമ്മുടെ ബുദ്ധി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വിത്ത് നോ ഡിലേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, സിൻസിയർ ആയിട്ട് ചെയ്യുക. റെഗുലർ ആൻഡ് സിസ്റ്റമാറ്റിക് എഫേർട്ട് വിത്ത് ഗ്രേറ്റ് വിൽ പവർ എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന കാര്യം റെഗുലർ ആയിട്ട് ചെയ്യണം. 10 ദിവസം ചെയ്യുന്ന മാറി നോ, നെവർ. അത് അടുക്കും ചിട്ടയോടും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഗ്രേറ്റ് വിൽ പവർ വേണം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബിഗ് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ